വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം.കോം തേർഡ് സെമസ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള സബ്ജക്റ്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏതൊക്കെയാണ് എസ് ഐ ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, പ്രോബ്ലംസ്, ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഏത് ഏരിയയിൽ നിന്നാണ്, ദെൻ തിയറി പ്രോബ്ലത്തിന്റെ കോമ്പിനേഷൻ എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം.കോം എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ 3 പാർട്ടില് ചോദ്യങ്ങൾ വരുന്ന രീതി ആദ്യം പറയാണ്. പാർട്ട് എ 7 ചോദ്യങ്ങളും തിയറി ചോദ്യങ്ങളാണ് കണ്ടുവരുന്നത്. പാർട്ട് ബിയില് 7 ചോദ്യങ്ങളില് യൂഷ്വലി 4 പ്രോബ്ലംസും 3 തിയറിയാണ് കണ്ടുവരാറ്. ബട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നത് 5 പ്രോബ്ലംസും 2 തിയറിയാണ്. അപ്പൊ വീണ്ടും 5 പ്രോബ്ലംസ് അതുപോലെ തന്നെ 2 തിയറി അങ്ങനെ വരും എന്നുള്ളത് അറിയില്ല. എന്തായാലും 4 പ്രോബ്ലംസ് എന്തായാലും വരുന്നുണ്ട്. പാർട്ട് ബി. സി പാർട്ടിലെ ലാസ്റ്റ് 2 വർഷങ്ങളായിട്ട് ഈക്വൽ ആയിട്ടാ 2 പ്രോബ്ലംസും അതുപോലെ തന്നെ 2 തിയറി ചോദ്യങ്ങളാണ് ഇപ്പൊ കണ്ടുവരുന്നത്. ചില സമയത്ത് 3 പ്രോബ്ലംസ് ഒരു തിയറിയും വരാറുണ്ട്. എ പാർട്ടിൽ മൊത്തം 7ഉം എന്താണ് തിയറിയാണ്. അപ്പോൾ പ്രോബ്ലംസ് എന്തായാലും നിങ്ങൾ നോക്കണം. നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. ദെൻ തിയറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് സിക്ക് ഇടുന്ന തിയറി പലപ്പോഴും കാണാറുള്ളത് ഒരെണ്ണം ഇൻഡയറക്റ്റ് മോഡിലുള്ള ചോദ്യം. പാർട്ട് ബിയിൽ ഇപ്പോൾ 3 തിയറിയുടെ ആണെങ്കിൽ 2 ഇടാണെങ്കിൽ അതിലൊരെണ്ണം ഇൻഡയറക്റ്റ് മോഡിലുള്ള ചോദ്യം. പാർട്ട് എയിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻഡയറക്റ്റ് മോഡ് ചോദ്യം. അപ്പൊ തിയറി ഇടുന്നത് ഡിറക്റ്റ് മോഡിലുള്ള ചോദ്യങ്ങളല്ല. പാർട്ട് എയിൽ മാത്രമാണ് ഡിറക്റ്റ് കൂടുതൽ കാണുന്നത്. പാർട്ട് ബിയിൽ എന്തായാലും ഒരെണ്ണം 1-2 ഉള്ളത് ഇടാറുണ്ട്. എന്നാലും ഇൻഡയറക്റ്റ് വേയിലുള്ള ചോദ്യങ്ങൾ തിയറി ഇടുമ്പോൾ ആ ഒരു സ്റ്റൈലാണ് വരുന്നത്. ദാറ്റ് മീൻസ് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടാണ് കുട്ടികൾക്ക് ഫീൽ ചെയ്യാറ്. പലതും ഇൻഡയറക്റ്റ് മോഡിലുള്ള ചോദ്യങ്ങൾ കൂടുതൽ വരുന്നുണ്ട്. അപ്പൊ എക്സാമിന് പോണേക്കാൾ മുമ്പ് തന്നെ നിങ്ങളുടെ മനസ്സിൽ വെച്ചോ, വല്ലാണ്ടൊരു ഈസി ടൈപ്പ് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്ത് പോകരുത്. ഒരു മീഡിയം ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പറാണ് പലപ്പോഴും. ടഫ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ലാസ്റ്റ് ഒരു 3-4 വർഷങ്ങളായിട്ട് ഇതാണ് ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് തന്നെ ഞാൻ പറഞ്ഞു മാത്രം. ഓക്കെ, ഇനി നെക്സ്റ്റ് 5 മൊഡ്യൂൾസ് ആണ് നമുക്ക് വരുന്നത്. 5 മൊഡ്യൂൾസിൽ ഏറ്റവും കൂടുതൽ മാർക്സ് എസ് സി ആവട്ടെ അല്ലെങ്കിൽ പ്രോബ്ലം ഇതൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഏത് ഏരിയയിൽ നിന്നാണ്. അപ്പൊ ഇതില് ഈ ചാപ്റ്റർ നമ്പർ 4 പോർട്ട്ഫോളിയോ അനാലിസിസ് ആൻഡ് സിലക്ഷൻ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും എസ് ഐ കമ്പൽസറി ആയിട്ട് ഒരെണ്ണം ഇടുന്നുണ്ട്. നിർബന്ധമായും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. പിന്നെ ഈ ഇക്വിറ്റി അനാലിസിസിൽ നിന്ന് സാധാരണ എസ് ഐ ഇടാത്തതാണ്. ബട്ട് കഴിഞ്ഞ ഒരു 1-2 പ്രാവശ്യമായിട്ട് ഒരെണ്ണം ഒരു എസ് ഐ അതിൽ നിന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണം കാണുന്നുണ്ട്. അപ്പോൾ 4th ചാപ്റ്ററിൽ നിന്ന് എസ് ഐ പ്രതീക്ഷിക്കുന്നു. ദെൻ 2nd ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രോബ്ലം ആയിട്ട് എസ് ഐ പ്രതീക്ഷിക്കാം. 1st ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ് കണ്ടുവരുന്നത്. ദെൻ 5th നിന്ന് തിയറി ആയിട്ടോ തിയറിക്കാണ് കൂടുതൽ സാധ്യത. അപ്പോൾ 5 ചാപ്റ്ററിൽ 4 ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവുമല്ലോ. അപ്പോൾ പ്രോബ്ലം കൂടുതൽ കണ്ടുവരുന്നത് ചാപ്റ്റർ നമ്പർ 4, അതുപോലെ തന്നെ ചാപ്റ്റർ നമ്പർ 2 ആണ്. 3യിൽ നിന്ന് ചിലപ്പോൾ പ്രോബ്ലം ഇടാറുണ്ട്. 5th നിന്ന് മിക്കതും നമ്മൾ തിയറി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതാണ് എസ് എ വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് 3 വെയിറ്റേജിൽ വരുന്ന പ്രോബ്ലംസും എസ് സിക്ക് വരുന്ന പ്രോബ്ലംസും ഒക്കെ ഓരോ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ കാണാം. പിന്നെ ഒരുപാട് ഏരിയാസ് നമുക്ക് ഇതിൽ ഉണ്ട്. നോക്കണ സമയത്ത് വലിച്ചു വാരി പഠിക്കരുത്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഞാൻ പറയാം. അപ്പോൾ അതിലോട്ട് നിങ്ങൾ നിർബന്ധമായും കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ബേസിക്സ് ആണ് നമുക്കറിയാം. ബട്ട് ഈ ബേസിക്സിൻ്റെ ആദ്യത്തെ പാർട്ടിൽ നിന്നും ചോദ്യങ്ങൾ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇടുന്നില്ല.
ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, ഇങ്ങനെയുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ഇതുവരെയായിട്ട് ഇപ്പോൾ ഒരു 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നില്ല. എന്ന് വെച്ചിട്ട് നിങ്ങൾ നോക്കാണ്ടിരിക്കേണ്ട. എന്ന് വെച്ചാൽ ഈ ചോദ്യങ്ങളൊന്നും ഇപ്പോൾ ഇടുന്നില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 3 വെയിറ്റേജ് ചോദ്യമോ STക്കൊക്കെ ഇടാൻ പറ്റുന്നൊരു ചോദ്യമാണ്. ബട്ട് ലാസ്റ്റ് കുറച്ച് വർഷങ്ങളായിട്ട് കാണുന്നില്ല. അപ്പോൾ അതിന് തന്നെ എടുത്ത് പറയുന്നു. എന്നാലും നോക്കി വെക്കാം ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ കേട്ടോ, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പം ഞാൻ വീണ്ടും പറയണു, ലാസ്റ്റ് ഒരു 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതില്ല. ദ നീഡ് ആൻഡ് ബെനഫിറ്റ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊക്കെ ബേസ് അല്ലേ. അപ്പോൾ ഇതൊന്നും കാണുന്നില്ല. അവരെന്തുകൊണ്ടാണ് ഇടാത്തതെന്ന് അറിയില്ല. അസറ്റ് ക്ലാസ്സസ് ഉണ്ട്, നെക്സ്റ്റ് നോക്കി വെക്കാം. ഇക്വിറ്റി, റിയൽ എസ്റ്റേറ്റ്, ഇതൊക്കെ ബേസാ. ഇതിൽ നിന്ന് ചോദ്യം ഇടുന്നില്ല എന്ന് മാത്രം. ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, നെക്സ്റ്റ് നോക്കി വെച്ചോളൂ. ഇനിയിപ്പോൾ വന്നാലോ, സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അവസാനമാണെങ്കിലും നോക്കി വെച്ചാൽ മതി. ഇതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ ലാസ്റ്റ് പാർട്ടിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ഇതിൽ നിന്നും ഇടുന്നില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഇത് 3 വെയിറ്റേജിന് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇത് എന്തെങ്കിലും നോക്കിക്കോളൂ കേട്ടോ. വീണ്ടും വരുമെന്നുള്ള അറിഞ്ഞൂടാ, എന്തെങ്കിലും നോക്കി വെച്ചോളൂ. 3 വെയിറ്റേജിന് വന്നിട്ടുള്ളതാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് ഉണ്ട്, ഒറ്റ പ്രാവശ്യം വന്നിട്ടുണ്ട്, റിപ്പീറ്റ് അല്ല, നോക്കി വയ്ക്കാം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളിതൊക്കെ ലാസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സ്പെക്കുലേഷൻ ഇതൊക്കെ 2 and 3 ചോദിക്കാൻ സ്കോപ്പ് ഉള്ളതാണ്. 2 വെയിറ്റേജിൻ്റെയിലൊക്കെ ചോദിച്ച് കണ്ടിട്ടില്ല, എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. സിമ്പിളായുള്ള കൺസെപ്റ്റാണ്. ഡെപ്തിൽ നോക്കി നേരങ്ങളായിരുത്, ഇതിൻ്റെ ഡിഫറൻസ് മാത്രം ഈ കാര്യങ്ങളൊക്കെ നോക്കി പോവുക. 2 വെയിറ്റേജിൻ്റെയിൽ എന്തെങ്കിലും വന്നാലായി, അതല്ലാണ്ട് വല്ലാണ്ടൊരു സംഭവം ഇല്ല. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗാംബ്ലിങ്, ഈ കൺസെപ്റ്റുകളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവുക. അപ്പോൾ പാർട്ട് എയില് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത്രയുള്ള ഏരിയാസ് ബേസിക്സ് ആണ്. ഇതിൽ നിന്ന് വളരെ കുറച്ച് ചോദ്യങ്ങളാണ് കണ്ടുവരുന്നത്. പാർട്ട് എയിൽ ഒരു ചോദ്യം എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ വന്നാലായി. ഇപ്പോൾ ഗാംബ്ലിങ്, സ്പെക്കുലേഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൻ്റെ ഡിഫറൻസുകൾ, പിന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, അത് ഒരെണ്ണം, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കി വയ്ക്കാം. 2 and 3 വെയിറ്റേജിൽ ഇതിൽ വന്നാലായി. ലാസ്റ്റ് നിങ്ങളൊരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതൊന്നും കാണുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏരിയ കൺസെപ്റ്റ് ഓഫ് റിട്ടേൺ ആൻഡ് റിസ്ക്. ഇതിൽ നിന്ന് 2 വെയിറ്റേജ് ചോദ്യം വരുന്നുണ്ട്. പ്രോബ്ലം 3 വെയിറ്റേജ് എല്ലാ പ്രാവശ്യം ഇടുന്നുണ്ട്. ഒരു പ്രാവശ്യം SC ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് ഇവിടെ മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായി നോക്കണം. എസ്പെഷ്യലി പ്രോബ്ലം, റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. ആദ്യം എക്സ്പെക്ട് റിട്ടേണിൻ്റെ ഒരു പ്രോബ്ലം എല്ലാ പ്രാവശ്യം ഇതുപോലെ പ്രോബിലിറ്റിയും ഈ പറയുന്ന റിട്ടേണിൻ്റെ കാര്യങ്ങൾ തന്നിട്ട് എക്സ്പെക്ട് റിട്ടേൺ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളത്, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ളത്. അപ്പോൾ ഈ പ്രോബ്ലംസ് നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കണ്ടോ, ഇതൊക്കെ കാൽക്കുലേഷൻസ് നോക്കണം. പിന്നെ റിസ്ക് എന്താണ്, പലതരത്തിലുള്ള റിസ്കിന്റെ തിയറി വരുന്നുണ്ട്. ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് നിർബന്ധമായും നോക്കണം. സിസ്റ്റമാറ്റിക് റിസ്ക്, റിസ്കിനെ റിലേറ്റ് ചെയ്തുള്ള തിയറി റിപ്പീറ്റ് ആണ്. അൺസിസ്റ്റമാറ്റിക് ഓർ ഡിവേഴ്സിഫൈബിൾ റിസ്ക് നിർബന്ധമായും നോക്കണം. സോഴ്സസ് ഓഫ് റിസ്ക് തിയറി നോക്കണം. മാർക്കറ്റ് റിസ്ക് ഇതൊക്കെ നോക്കണ്ടതാണ് കേട്ടോ, ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, പർച്ചേസിംഗ് പവർ റിസ്ക്, റെഗുലേഷൻ, ബിസിനസ്, റിസ്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിരിക്കണം. ഇത് തിയറി ആയിട്ട് ചോദിക്കാം. നെക്സ്റ്റ് മെഷർമെന്റ് ഓഫ് റിസ്ക് പ്രോബ്ലം, അതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം പഠിക്കണം. 3 വെയിറ്റേജിന് തന്നെ പ്രോബ്ലം വരാം. ഇത് പ്രോബ്ലം ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ 3 വെയിറ്റേജിന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൽ നിന്നിട്ടോ. ഒന്നുകിൽ എക്സ്പെക്ട് റിട്ടേണോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഈ ഏരിയ ആണ് കൂടുതൽ. പിന്നെ മെഷർമെന്റ് ഓഫ് സിസ്റ്റമാറ്റിക് റിസ്ക്, ബീറ്റ എന്നിട്ട് ഇതൊരു പ്രാവശ്യം SC കിട്ടു. അപ്പോൾ ബീറ്റ എന്താണ്, ഈ മെത്തേഡ് വെച്ചിട്ട് ഒറ്റ പ്രാവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് നോക്കണം. അപ്പോൾ ഈ ലാസ്റ്റ് ഏരിയയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഈ പ്രോബ്ലംസും പിന്നെ റിസ്കിന്റെ തിയറിയും ഒക്കെ നോക്കുക. എക്സ്പെക്ട് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ ലാസ്റ്റ് സിസ്റ്റമാറ്റിക് റിസ്ക്, ഈ കോറിലേഷൻ, റിഗ്രഷൻ കണ്ടോ, ഇതൊക്കെ തന്നിട്ട് പിന്നെ കാൽക്കുലേഷൻസ്. അപ്പോൾ ഇതിൽ നിന്നാവാം ചോദിക്കുക. കാരണം ഇത് ലാസ്റ്റത്തെ ഏരിയ SCക്ക് സ്കോപ്പ് ഉള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിനേക്കാൾ മുമ്പുള്ളത് എക്സ്പെക്ട് റിട്ടേണും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളത് 3 വെയിറ്റേജിന് സ്കോപ്പ് ഉള്ളതാണ്. ഓക്കെ, സോ ഡിവേഴ്സിഫിക്കേഷൻ എന്താണ് 2 വെയിറ്റേജ് ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം, വന്നിട്ടുണ്ട് ഇതിനേക്കാൾ മുമ്പ്. ഓക്കെ, ഹെഡ്ജിങ് 2 വെയിറ്റേജ് ചോദ്യം, ഇതൊക്കെ 2 വെയിറ്റേജിലേക്കാണ് കേട്ടോ. ഹെഡ്ജിങ്
ടു വെയിറ്റേജിൻ്റെ എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എന്താണെന്ന് ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ടു വെയിറ്റേജിൻ്റെയിലേക്കാണ്, അതല്ലാണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടുവന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് ചാപ്റ്ററിൽ റിട്ടേൺ ആൻഡ് റിസ്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഏരിയ മുതലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. അതിലത്തെ പ്രോബ്ലംസും റിസ്കിൻ്റെ തിയറി, ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ടീമുകൾ, ഇതൊക്കെ നോക്കുക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ചാപ്റ്റർ നമ്പർ 1. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 2, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ബോണ്ട് ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്. 3 പാർട്ടിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഇവിടെ. അതിൽ YTM-നെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം, SAക്ക് ബോണ്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് കാൽക്കുലേഷൻ വെച്ചുള്ളത് പലപ്പോഴും SAക്ക് ചോദിക്കാറുണ്ട്. 3 വെയിറ്റേജ് ചോദ്യം ബോണ്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രാവശ്യം വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ തിയറിക്കും പ്രോബ്ലത്തിനാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ടൈപ്സ് ഓഫ് ബോണ്ടിൽ ഏതെങ്കിലും ചിലപ്പോൾ ചോദിക്കാമെന്ന് മാത്രം, റിപ്പീറ്റ് ഒന്നുമല്ല. ഇതിൽ മെയിനായിട്ട് പ്രോബ്ലംസ് ആണ് ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യണത്. അപ്പം അതിലോട്ട് കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കുക കേട്ടോ. അല്ലാണ്ട് ഈ പറയുന്ന ബേസിക് തിയറി എന്നല്ല എക്സാമിന് അവർ ഇടുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ബോണ്ട്സ്, വാല്യുവേഷൻ ഓഫ് ബോണ്ട്സ്, ഇവിടെ മുതലാണ് നമുക്ക് പ്രോബ്ലം. ബോണ്ട് ഡീൽഡ് കണ്ടുപിടിക്കുന്നത്, ഇതേപോലത്തെ പ്രോബ്ലംസ് 3 വെയിറ്റേജിൻ്റെ വരുന്നുണ്ട്. സ്പോട്ട് ഇൻട്രസ്റ്റ് റേറ്റ് നിർബന്ധം. YTM വളരെ ഇമ്പോർട്ടൻ്റ്. തിയറി ചോദിക്കാം, പ്രോബ്ലം ചോദിക്കാം. 3 വെയിറ്റേജും ചോദിച്ചിട്ടുണ്ട്, SAക്കും ചോദിച്ചിട്ടുണ്ട്. YTM-ന്റെ കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉണ്ട്, ഫോർമുല മെത്തേഡ് ഉണ്ട്. അപ്പോൾ YTM നിർബന്ധമായും പഠിക്കുക. ഈക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത് ചെയ്യേണ്ടത്. ഇത് 3 വെയിറ്റേജിനും ചോദിച്ചിട്ടുണ്ട്, SAക്കും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ YTM വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. YTC തിയറിക്കും ചോദിക്കാം, പ്രോബ്ലത്തിനും ചോദിക്കാം. ഇതും ഫോക്കസ് ചെയ്ത് പഠിക്കണം. SA ഓർ 3 വെയിറ്റേജ് കേട്ടോ, രണ്ടിലും കാണാറുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിലെ ബോണ്ടിൽ YTM ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പിന്നെ ബോണ്ടിനെ റിലേറ്റ് ചെയ്തുള്ള കാൽക്കുലേഷൻസ് അതും നോക്കണം. പിന്നെ ഞാൻ പറഞ്ഞു YTM-ൻ്റെയും YTC ടു കോളിൻ്റെയും തിയറിയും ചോദിക്കാറുണ്ട്. ഇതൊക്കെ പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് വരാറ്. കണ്ട, ബോണ്ട്സ് മെച്യൂർ 15 years ആൻഡ് പേ ഇൻട്രസ്റ്റ് ആനുവലി ഇഫ് യു പർച്ചേസ് ദ ബോണ്ട്സ് ₹1,175. വാട്ട് ഈസ് യുവർ എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് 3 വെയിറ്റേജിൽ അവർ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നോക്കാം. ഇതിൽ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ ബുക്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് പിന്നെ ഇൻട്രൻസിക് വാല്യൂ കണ്ടോ, ഇതൊക്കെ ഈ കാൽക്കുലേഷൻസ് രീതിയിലുള്ള ചോദ്യങ്ങൾ. ഇനി വാല്യൂ ഓഫ് ഇറഡീമബിൾ ബോണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള മറ്റൊന്ന്. പിന്നെ റിസ്ക് അനാലിസിസ്, റിസ്കിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ, ഇതിൻ്റെ തിയറി നോക്കാം. ഓൾറെഡി നമ്മൾ റിസ്കിനെ പറ്റിയുള്ളത് നിങ്ങൾ നേരത്തെ നോക്കിയ പല കാര്യങ്ങളും ഇവിടെ റിപ്പീറ്റ് ആയിട്ട് കാണാം. ബോണ്ട് പ്രൈസ് വോളറ്റിലിറ്റിയാണ് പിന്നെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തിയറിനേക്കാളും ഇമ്പോർട്ടൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിലോട്ട് കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കുക കേട്ടോ. വോളറ്റിലിറ്റി. ദെൻ നെക്സ്റ്റ് ഈ ഡ്യൂറേഷനാണ് ബോണ്ടിൻ്റെ. ഇത് നോക്കി ഒറ്റ പ്രാവശ്യം വന്നിട്ടുണ്ട് ബോണ്ട് ഡ്യൂറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും വരാം. പ്രോബ്ലം സ്കിപ്പ് ചെയ്യാതിരിക്കുക, അവർക്ക് മാറ്റി ഇടാൻ പറ്റുന്നത് അവരിടും. ഇപ്പോൾ ബോണ്ട് ഡ്യൂറേഷൻ്റെ പ്രോബ്ലം നോക്കണം കേട്ടോ. ഇത് ഈ രീതിയിലുള്ളൊരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ YTM-ന് പകരം ഒന്ന് മാറ്റിയിടാൻ ബോണ്ട് ഡ്യൂറേഷൻ പറ്റും. ഓക്കെ, ബോണ്ട് ഡ്യൂറേഷനും പ്രതീക്ഷിക്കാം, YTM ചിലപ്പോൾ രണ്ടും ഇടാം 3 വെയിറ്റേജിൻ്റെ കേട്ടോ. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ. പോർട്ട്ഫോളിയോ ഡ്യൂറേഷനും നോക്കുക. കുറച്ച് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. കോൺവെക്സിറ്റി എന്താണ്? 2 വെയിറ്റേജ് തിയറി കേട്ടോ വരാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ. പിന്നെ ലാസ്റ്റ് ബോണ്ട് ഇമ്മ്യൂണൈസേഷൻ സ്ട്രാറ്റജി. ഒറ്റ പ്രാവശ്യം 2 വെയിറ്റേജിൻ്റെ തിയറി കണ്ടിട്ടുണ്ട്, ഒറ്റ പ്രാവശ്യം. ഇഫക്ട്സ് ഓഫ് ഇമ്മ്യൂണൈസേഷനെ പറ്റിയിട്ട്. ദാറ്റ്സ് ഓൾ. സീറോ കൂപ്പൺ ബോണ്ട് എന്താണെന്നുള്ളത് 2 വെയിറ്റേജിൻ്റെ തിയറി നോക്കിയോളൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ YTM-ഉം അതുപോലെ തന്നെ ബോണ്ട് ഡ്യൂറേഷനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ് രണ്ടും നോക്കാം. SAക്കോ 3 വെയിറ്റേജിനും ഇടാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ റിസ്കിനെ പറ്റിയുള്ള തിയറിയും കാര്യങ്ങളൊക്കെ നോക്കാം. ഇമ്മ്യൂണൈസേഷൻ സ്ട്രാറ്റജിയുടെ തിയറി നോക്കാം. അപ്പോൾ SA അല്ലെങ്കിൽ 3 വെയിറ്റേജിൽ പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചാപ്റ്റർ. നെക്സ്റ്റ് ഇക്വിറ്റി അനാലിസിസ്. സോ ഇതിൽ നമ്മൾ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്ന ചില ഏരിയാസ് ഉണ്ട്. ആദ്യത്തെ പാർട്ടാണ്
ഇക്വിറ്റിയുടെ. ബട്ട് ബേസിക് തിയറി ചോദ്യങ്ങളൊന്നും നമ്മൾ ഡിഗ്രിക്ക് കണ്ടതൊന്നല്ല വരുന്നത്, അതൊന്നും കാണുന്നില്ല. ടെക്നിക്കൽ അനാലിസിസിലാണെങ്കിലും ഈ പറയുന്ന ഫണ്ടമെൻ്റൽ EIC ഇതൊന്നല്ല വരുന്നത്. ബേസിക്കലി ഇതിലത്തെ പ്രോബ്ലംസ് ഇക്വിറ്റി വാല്യൂഷൻ മോഡൽസിനെ റിലേറ്റ് ചെയ്തുള്ളതാണ് വരുന്നത്. അപ്പോൾ അതിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഇതൊക്കെ നമുക്ക് ഡിഗ്രിക്ക് വരാറുണ്ട് തിയറി ആയിട്ട്, ഇതിലൊന്നും വരുന്നില്ല. എന്താണെന്ന് നോക്കി വെക്കാം, EICയും ഫണ്ടമെൻ്റലും ഒക്കെ എന്താണെന്ന് നോക്കി വെക്കാം. 280 എഞ്ചിനിൽ വേണമെങ്കിൽ ഇടാം, അതല്ലാണ്ടൊന്നും കാണുന്നില്ല ഈ പറയുന്ന തിയറീസ് ഒന്നും കേട്ടോ. അപ്പോൾ ഇതിലത്തെ പ്രോബ്ലംസ് ആണ് നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത്. ഇപ്പോൾ EIC ഒക്കെ സിംപ്ലിഫൈ ചെയ്ത് പഠിക്കുക, 280 എഞ്ചിനിൽ ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ട്. അതല്ലാണ്ട് ഡെപ്തിൽ ഇരുന്ന് നോക്കി ടൈം വേസ്റ്റ് ചെയ്യരുത് കേട്ടോ. ഇനി ഇതിൻ്റെ വാല്യുവേഷൻ മോഡൽസിലോട്ടാണ് മെയിനായിട്ട് നിങ്ങളുടെ ഫോക്കസ് പോകേണ്ടത്. അതിൻ്റെ താഴെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ പറയുന്ന തിയറീസ് ഒന്നും അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കാണുന്നില്ല. ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണെന്നുള്ള തിയറി നോക്കുക, EIC നോക്കി വയ്ക്കുക. ഇനി മാറ്റി എന്തെങ്കിലും ഇടുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ, ഇതുവരെയായിട്ട് അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കാണുന്നില്ല. ദെൻ ഇതിൽ P റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം ഇടുന്നുണ്ട് 280 അത് നമുക്ക് വേറൊരു ഏരിയയിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെയാണ് ഇനി മെയിൻ പ്രോബ്ലംസ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതാ ഇക്വിറ്റി വാല്യുവേഷൻ മോഡൽസ്. ഓക്കെ, 3 വെയിറ്റേജിൻ്റെ നമുക്ക് പ്രോബ്ലം പ്രതീക്ഷിക്കാം. പല മോഡൽസ് ഉണ്ട് ഇതിൽ. ടൈം വാല്യൂ ഓഫ് മണി, സിമ്പിളായുള്ള ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ 3 വെയിറ്റേജിൻ്റെ ഇടാം. ഇതെല്ലാവർക്കും അറിയുന്നതാണ്, PV/FV കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള. ദെൻ പിന്നെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മറ്റൊരു മോഡല്, പിന്നെ ഇക്വിറ്റി വാല്യുവേഷൻ. ആദ്യത്തെ 2 എന്നൊക്കെ പറയുന്നത് ഈസിയാണ്. ഇവിടെ മുതലാണ് മെയിനായിട്ട് വരുന്നത്. ഇതൊരു പ്രാവശ്യം SAക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ സിംഗിൾ പീരീഡ് വാല്യുവേഷൻ മോഡൽ. ഇതിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം SAക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മൾട്ടി പീരീഡ് വാല്യുവേഷൻ മോഡലിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യം ഇതൊരു പ്രാവശ്യം SAക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ സിംഗിൾ പീരീഡ് ആദ്യം പഠിക്കുക, മൾട്ടി പീരീഡ്. അപ്പോൾ ഇതിൽ നിന്ന് 3 വെയിറ്റേജോ 2 വെയിറ്റേജോ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽസ്. അപ്പോൾ ഈ 3 മോഡൽസിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം നോക്കിയിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 3 വെയിറ്റേജിൻ്റെയോ അതുപോലെ തന്നെ SA ആയിട്ടോ പ്രോബ്ലം പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഞാൻ ഈ ഒരു ഏരിയ പ്രോബ്ലംസിലോട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കണം കേട്ടോ. ഇതാണ് ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ. ഇതിൻ്റെ അഡീഷണൽ പ്രോബ്ലംസ് ആണ് ഇത് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് P റേഷ്യോ. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ P റേഷ്യോ എന്താണെന്നുള്ളതിൻ്റെ തിയറി നോക്കണം, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ഉള്ളത് നോക്കാം. അതായത് വാല്യൂഷൻ ഓഫ് പ്രിഫറൻസ്. പിന്നെ നെക്സ്റ്റ് വരുന്ന ഇതാണ്. ഈസിയാണ്, നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് കിട്ടും. മെയിനായിട്ട് ആ സിംഗിൾ പീരീഡ്, മൾട്ടി പീരീഡ്, ഡിവിഡൻഡ് ഗ്രോത്ത് അതാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടും എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ടെക്നിക്കലാണ്. ടെക്നിക്കൽ അനാലിസിസിൻ്റെ താഴെ കുറേ കാര്യങ്ങളുണ്ട്, എങ്കിലും ഇതിൽ നിന്നും ഇപ്പോൾ ചോദ്യങ്ങൾ അങ്ങനെ വരുന്നില്ല. ഒറ്റ പ്രാവശ്യങ്ങളാണ് വന്നിട്ടുള്ളത് തിയറി ആയിട്ട്. ഇപ്പോൾ തിയറി ആയിട്ട് ഇതിൽ നിന്ന് ചോദിച്ചാൽ എഴുതാനായിട്ടും ബെറ്റർ പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യുക. ടെക്നിക്കൽ അനാലിസിസിൻ്റെ തിയറി, അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻസ് ഒക്കെ ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാണ്ട് കണ്ടിട്ടില്ല. നേരത്തെ പറഞ്ഞ പ്രോബ്ലംസ് എന്തെങ്കിലും നോക്കണം, അതിലോട്ട് എന്തായാലും കൂടുതൽ ഫോക്കസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഈ പറയുന്ന ടെക്നിക്കൽ ഏരിയാസ് ആണ് നെക്സ്റ്റ് വരുന്നത്. ഒന്നും അങ്ങനെ കാര്യമായിട്ട് ചോദ്യങ്ങൾ വരുന്നില്ല കണ്ടോ. ഇതൊക്കെ ആവശ്യമുള്ളത് മാത്രം നോക്കി പോകാം കേട്ടോ. ട്രെൻഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡൗ തിയറി ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. 3 വെയിറ്റേജിന് വരാറുള്ളതാണ്. എന്താണ് ഡൗ തിയറി? ക്രിറ്റിസിസംസ് ഓഫ് ഡൗ തിയറി നോക്കിയിരിക്കണം. ഓക്കെ, പിന്നെ പാറ്റേൺസിൽ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ ചോദിക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ബാർ ചാർട്ട് എന്താണ്, ഇതിൻ്റെയൊക്കെ തിയറി ജസ്റ്റ് 2 വെയിറ്റേജിലേക്ക് നോക്കിക്കോ. ക്യാൻഡിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വേണമെങ്കിൽ വരാം. അതിൽ കൂടുതൽ കണ്ടുവരുന്നത് ഞാൻ കാണിച്ചു തരാം. ട്രെൻഡ്സ് അപ്പ് ഡൗൺ ഇതല്ല, കൂടുതൽ കണ്ടുവരുന്ന ഒരു സംഭവമുണ്ട് പാറ്റേൺ അനാലിസിസ്. അപ്പോൾ ഇതൊന്നും വലിച്ചു വാരി നോക്കി നേരം കളയരുത് കണ്ടോ. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടെങ്കിലും ഇതിലോട്ടൊക്കെ വെറുതെ നേരം കാണും. കപ്പ് ആൻഡ് ഹാൻഡിൽ ഇതൊക്കെ ജസ്റ്റ് നോക്കിക്കോളാം കേട്ടോ. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഇത് 2 വെയിറ്റേജിന് തന്നെ ഇടാറുണ്ട്.
അപ്പോൾ ആ രീതിയിൽ പഠിക്കുക. ട്രയാങ്കിൾ, ഓക്കെ, 2 വെയിറ്റേജിന് എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. അസെൻഡിങ് ട്രയാങ്കിൾ, ഡിസെൻഡിങ് റെക്ടാങ്കിൾസ് ഒക്കെ ജസ്റ്റ് 2 വെഡ്ജ്, റിപ്പീറ്റ് ഒന്നല്ല, ഫ്ലാക്സ് ആൻഡ് പെനൻസ്. അപ്പോൾ ഒരു ജസ്റ്റ് എന്താണെന്ന് മാത്രം നോക്കി പോവാട്ടോ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ഏരിയ. അപ്പോൾ ഇതൊക്കെ വെറുതെ വലിച്ചു വാരി പഠിക്കണ്ട. ഈ ചാപ്റ്റർ നമ്പർ 3 പഠിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞ ഇക്വിറ്റി വാല്യൂഷൻ മോഡൽസിന്റെ ആ ഒരു ഏരിയ നോക്കിയതിന് ശേഷം പിന്നെ ബാക്കി ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് പിന്നെ ഇതിലേക്ക് വന്നാൽ മതി കേട്ടോ. ഓസിലേറ്റേഴ്സ് എന്താന്ന് ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആ ഡോവ് തിയറിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ, അത് ഇതിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടില്ല. ഇതല്ലാണ്ടൊന്നും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ കണ്ടിട്ടില്ല. ഇതൊന്നും അങ്ങനെ വരാറില്ല. ടൈം വേസ്റ്റ് ചെയ്യരുത്. ഇതും കണ്ടിട്ടില്ല, ഇതൊന്നും കണ്ടിട്ടില്ല. ഓസിലേറ്റേഴ്സ് ഞാൻ പറഞ്ഞു ഒറ്റ പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന്, അതില്ല. ദെൻ നെക്സ്റ്റ് തിയറി, മാർക്കറ്റ് എഫിഷ്യൻസി, ഇതൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. റാൻഡം വോക്ക് തിയറി, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡോവ് തിയറി നോക്കണം. ഏതെങ്കിലും ഒരു തിയറി ഇടുന്നുണ്ട് 3 വെയിറ്റേജ്, അത് ഡോവ് തിയറി ആവാം, റാൻഡം വോക്ക് തിയറി ആവാം. അപ്പൊ അതിന്റെ കൺസെപ്റ്റ് നോക്കാം കേട്ടോ, അതിന്റെ അസംഷൻസ്, ക്രിറ്റിക്സ്, അത് നോക്കി വെച്ചോളൂ. റാൻഡം വോക്ക് ആൻഡ് എഫിഷ്യന്റ് മാർക്കറ്റ് തിയറി നോക്കാം. 2-3 തിയറീസ് ഉള്ളൂ. ആ 3 തിയറീസിലെ ഏതെങ്കിലും ഒരെണ്ണം 3 വെയിറ്റേജിൻ്റെയിലാണ് അവര് ഇട്ട് കണ്ടിട്ടുള്ളത് കേട്ടോ. ദാറ്റ്സ് ഓൾ. 3 തിയറീസ് പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു തിയറി 3 വെയിറ്റേജോ 2 വെയിറ്റേജിലോ അവർ ഇടുന്നുണ്ട്. ഈ ഇപ്പം ഞാൻ കാണിക്കുന്ന പിന്നെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. അപ്പോൾ അതൊന്നും നോക്കി വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത്. സോ ദാറ്റ്സ് അബൌട്ട് ഇതിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. എലിവിയേറ്റ് വേവ് തിയറി, ഇപ്പം മൊത്തം 4 തിയറീസ് ഉണ്ട് കേട്ടോ. 4 തിയറീസ് ഞാൻ പറഞ്ഞതിലോട്ട് നിർബന്ധമായും ഫോക്കസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, റാൻഡം വോക്ക്, എലിവിയേറ്റ്, 3-4 തിയറീസിൽ ഏതെങ്കിലും ഒരു തിയറീനെ പറ്റിയിട്ടുള്ള ചോദ്യം. അപ്പോൾ ഒന്നും വലിച്ചു വരി പഠിക്കണ്ട. എന്താണ് അതിൻ്റെ അസംഷൻസും കൺസെപ്റ്റും മാത്രം 3 വെയിറ്റേജിന് തന്നെ ചോദിച്ചാൽ എഴുതാൻ പാകത്തിന് പ്രിപ്പയർ ചെയ്ത് പോവുക. പിന്നെ ബിഹേവിയറൽ ഫിനാൻസ് ആണ്, ഒന്നും ചോദിക്കാറില്ല, ജസ്റ്റ് എന്താണെന്ന് നോക്കാമെന്ന് മാത്രം. ദാറ്റ്സ് ഓൾ ആ ഒരു ചാപ്റ്റർ. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 4, പോർട്ട്ഫോളിയോ അനാലിസിസ് ആൻഡ് സിലക്ഷൻ. ഇതിൽ നിന്നൊരു എസ്സേ, തിയറി, ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചാപ്റ്റർ നമ്പർ 3 നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഇക്വിറ്റി വാല്യൂഷൻ മോഡൽസും പിന്നെ ലാസ്റ്റ് പറഞ്ഞ 3-4 തിയറീസും ആണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് കേട്ടോ. ടീമുകൾ കുറച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ ഇനി പോർട്ട്ഫോളിയോ അനാലിസിസ് ആൻഡ് സിലക്ഷൻ എന്നൊരു എസ്സേ പ്രതീക്ഷിക്കുന്നുണ്ട്, ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പോർട്ട്ഫോളിയോ വാല്യുവേഷനെ പറ്റിയുള്ള കൺസെപ്റ്റുകൾ ഇതൊക്കെയാണ് കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ നിർബന്ധമായും ഫോക്കസ് ചെയ്യണം. സോ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഏരിയയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ സിലക്ഷൻ ഓഫ് പോർട്ട്ഫോളിയോയുടെ തിയറി ഞാൻ പറഞ്ഞു. വാല്യുവേഷൻ, പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ, പോർട്ട്ഫോളിയോ സിലക്ഷൻ, ഇതൊക്കെ തിയറി ആയിട്ട് വരാറുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോന്റെ റിസ്ക് ആൻഡ് റിട്ടേൺ, ഇതിൽ പ്രോബ്ലംസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പോർട്ട്ഫോളിയോ റിട്ടേൺ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം നിർബന്ധമായും പഠിക്കണം, നമുക്ക് 3 വെയിറ്റേജിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ പോർട്ട്ഫോളിയോ റിസ്ക് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം എസ്സേക്ക് പ്രതീക്ഷിക്കാം. മാർക്കോവിറ്റ്സിന്റെ മോഡൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഈ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് നമ്മൾ എസ്സേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ മാർക്കോവിറ്റ്സിന്റെ മോഡലിനെ പറ്റിയുള്ള തിയറി ചോദിക്കുന്നുണ്ട്. പോർട്ട്ഫോളിയോ റിസ്ക് നിർബന്ധമായും നോക്കാം. പോർട്ട്ഫോളിയോ റിസ്ക് ഈ പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. അഡീഷണൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ട് ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ളതാണ്, മാറി മാറി ഇടുന്നുണ്ടെങ്കിലും ഏതാ വരാന്ന് പറയാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. പോർട്ട്ഫോളിയോ റിസ്കിന്റെ പ്രോബ്ലംസ് ആണ്, അഡീഷണൽ പ്രോബ്ലംസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ പോർട്ട്ഫോളിയോ റിട്ടേൺ 3 വെയിറ്റേജ്, പോർട്ട്ഫോളിയോ റിസ്ക് എസ്സേ രണ്ടിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഇലിസ്ട്രേഷൻ നമ്പർ 13 നോക്കിയിരിക്കണം കേട്ടോ. അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആണ്, പരമാവധി ഇതൊക്കെ ചെയ്ത് പഠിക്കുക.
ഓക്കെ, ഇനി ഇതിൻ്റെ തിയറീസും കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ്. പോർട്ട്ഫോളിയോ മോർ ദാൻ 2 സെക്യൂരിറ്റീസ്. ആദ്യത്തെ ഇപ്പോൾ പറഞ്ഞ ഏരിയാസിൽ നിന്നാണ് ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ചോദ്യങ്ങൾ. ഇപ്പം ഇതിൽ ലാസ്റ്റ് അഡീഷണൽ പ്രോബ്ലംസ് കൂടുതൽ സെക്യൂരിറ്റീസ് വരുമ്പോഴുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ആദ്യത്തേന് കൂടുതൽ റെലവൻസ് കൊടുത്ത് പഠിക്കുക. ഇനി ഇതിൽ നമ്മൾ നോക്കേണ്ടത് അസറ്റ് അലോക്കേഷൻ, പോർട്ട്ഫോളിയോ സിലക്ഷൻ മോഡൽസ്. ഇത് എക്സാമിന് തിയറി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. മർക്കോവിറ്റ്സ് മോഡൽ, ഷാർപ്പ് ഇൻഡെക്സ് മോഡൽ, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. ഇതിൻ്റെ പ്രോബ്ലംസും ഉണ്ട്, നിർബന്ധമായും പഠിക്കുക. തിയറി നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. റിസ്ക് കണ്ടോ, മാർക്കോവിറ്റ്സിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ തിയറി നോക്കണം കേട്ടോ. ഡിവേഴ്സിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ് നോക്കണം എന്നുള്ളത്. എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ തിയറി ചോദിച്ചിട്ടുണ്ട്, എന്താണെന്ന് പഠിക്കുക. അങ്ങനെ ചോദിക്കുന്നുള്ളൂ. ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്താണ്, 2 വെയിറ്റേജ് തിയറി. ഷാർപ്പ് സിംഗിൾ ഇൻഡെക്സ് മോഡൽ നോക്കിയിരിക്കണം, തിയറിക്ക് ചോദിച്ചിട്ടുണ്ട്. അതിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം ഉണ്ട്, വേണമെങ്കിൽ അതും ഇടാം. ഓക്കെ, ഈ ഒരു സാധനം നോക്കി വെച്ചോളൂ. പോർട്ട്ഫോളിയോ റിട്ടേൺ. ഓക്കെ, പ്രോബ്ലംസ് നമ്മൾ നേരത്തെ ആദ്യത്തെ ചെയ്തതിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ തന്നെയാണിത് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. കൺസെപ്റ്റ് ഒക്കെ സിമിലർ ആണ്. മൾട്ടി ഇൻഡെക്സ് മോഡല്, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡല് പ്രതീക്ഷിക്കാം. അപ്പം ഈ 3 മോഡൽസ് നോക്കാം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 വെയിറ്റേജിനാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ തിയറിയോ പ്രോബ്ലംസോ പ്രതീക്ഷിക്കാം 3 മോഡൽസിൻ്റെയും. പിന്നെ പോർട്ട്ഫോളിയോ റിസ്ക് നെക്സ്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ. 2 വെയിറ്റേജ് തിയറിയിലെ പലപ്പോഴും റിപ്പീറ്റ് ആണ്. ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനും CML എന്നൊക്കെ തന്നെയാണ് ഒരു ഇടാറുള്ളൂ ഷോർട്ടാക്കിയിട്ട്. ദെൻ സ്റ്റോക്ക് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ. ഇത് രണ്ടിൻ്റെയും തിയറി പലപ്പോഴും ഇടാറുള്ളതാണ്, നിർബന്ധമായും പഠിക്കുക കേട്ടോ. 2 വെയിറ്റേജിൻ്റെ എന്താണെന്നുള്ളതാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എസ്സേക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ ആൻഡ് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ ഇതാ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുക. എസ്സേ ആണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ തിയറി, കലണ്ടർ ഇഫക്ട്സ് ജസ്റ്റ് തിയറി 2 വെയിറ്റേജിൻ്റെ ചോദിച്ചിട്ടുണ്ട് ഒറ്റ പ്രാവശ്യം. ദെൻ ഇതൊന്നും അങ്ങനെ കണ്ടുവന്നിട്ടില്ല. ആർബിട്രേജ് പ്രൈസിങ് തിയറി 2 വെയിറ്റേജ് ചോദ്യം ഒരു പ്രാവശ്യം 3 വെയിറ്റേജിൻ്റെ ഇട്ടിട്ടുണ്ട്. ആർബിട്രേജ് പ്രൈസിങ് തിയറി എന്താണ്, 2 വെയിറ്റേജിൻ്റെയിലേക്കാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്താണെന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ആർബിട്രേജ്, ബിഹേവിയറൽ ഫിനാൻസ് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. അത് വിട്ടിട്ടുള്ള ചോദ്യങ്ങളൊന്നും കണ്ടുവന്നിട്ടില്ല ഇതുവരെയായിട്ട്. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത ഞാൻ റിപ്പീറ്റ് ചെയ്യണം. എസ്സേക്ക് എക്സ്പെക്ട് ചെയ്യുന്നു പോർട്ട്ഫോളിയോ റിസ്ക്, പിന്നെ പോർട്ട്ഫോളിയോ റിട്ടേൺ 2 വെയിറ്റേജ്, പിന്നെ മെന്റൽ അക്കൗണ്ടിങ് എന്താണ് 2 വെയിറ്റേജിൻ്റെ തിയറി ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ 2 വെയിറ്റേജ് തിയറി ചോദ്യങ്ങൾ അതൊക്കെ നോക്കി വയ്ക്കുക കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ പ്രോബ്ലത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. ഇനി പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, ഇതിൽ നിന്ന് തിയറിയാണ് ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞു പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ, പോർട്ട്ഫോളിയോ റിവിഷൻ, ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തിയറി ആയിട്ട് കണ്ടുവന്നിട്ടുള്ളത്. തിയറിക്കാണ് ഇതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്താണെന്നുള്ളത് നോക്കാം, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കി വയ്ക്കാം. ദെൻ അതിനുശേഷം റിവിഷനും ഇവാലുവേഷനും ഒക്കെ സെപ്പറേറ്റ് 2 വെയിറ്റേജിൻ്റെ ചോദിക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ചോദിക്കാം. ഓക്കെ, സെലക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ് തിയറി ജസ്റ്റ് നോക്കാം. മെയിൻ ആയിട്ടുള്ളത് താഴെ നമുക്ക് കാണാൻ സാധിക്കും. ആക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി, ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈല്, പി റേഷ്യോ ഞാൻ പറഞ്ഞു സെപ്പറേറ്റ് തിയറി ചോദിക്കാറുണ്ട്. ഈ ഒരു സാധനം പി റേഷ്യോ. ഓക്കെ, ഡിവിഡൻഡ് ഈൽഡ്, റിലേറ്റീവ് അപ്രോച്ച്, പോർട്ട്ഫോളിയോ പെർഫോമൻസ് തിയറിക്ക് നോക്കാം. അപ്പോൾ ഒരുപാടുണ്ടെങ്കിലും ഇതിൽ ആവശ്യമുള്ളത് എടുത്ത് പഠിക്കുക. പോർട്ട്ഫോളിയോ റിവിഷൻ, ഇതാണ് ഞാൻ പറഞ്ഞത്, നീഡ് ഫോർ പോർട്ട്ഫോളിയോ റിവിഷൻ സ്ട്രാറ്റജീസ്, ഇതിൻ്റെയൊക്കെ തിയറി വരുന്നുണ്ട്. ആവശ്യമുള്ളത് മാത്രം പഠിച്ചു പോവാ കേട്ടോ. പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ. അപ്പോൾ പോർട്ട്ഫോളിയോ റിവിഷനും പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ്റെയും തിയറീസ് നോക്കാം.
നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനെ റിലേറ്റ് ചെയ്ത പ്രോബ്ലംസും ഇതിലുണ്ട്, അത് നോക്കിക്കോളൂ. 3 വെയിറ്റേജിന് തന്നെ ഇടാം വേണമെങ്കിൽ കേട്ടോ. റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടില്ല എങ്കിലും ഇതിൻ്റെ തിയറി നോക്കാം. എന്താണ് പോർട്ട്ഫോളിയോ വാല്യുവേഷൻ, എന്താണ് പോർട്ട്ഫോളിയോ റിവിഷൻ, കൺസെപ്റ്റ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പഠിക്കുക കേട്ടോ. റിസ്ക് അഡ്ജസ്റ്റഡ് മെഷർ, ഷാർപ്പ് റേഷ്യോ എന്താണ്? 2 വെയിറ്റേജിൻ്റെ തിയറി ചോദിക്കാം. ഇതിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം, സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം 3 വെയിറ്റേജിന് തന്നെ ഇടാം. ഓക്കെ, അത് നോക്കിയോളൂ കേട്ടോ. ഷാർപ്പ് ട്രെനർ റേഷ്യോ ഇത് നോക്കണം. ഷാർപ്പും ട്രെനറും നോക്കിയോളൂ. 3 വെയിറ്റേജിലേക്ക് ഇടാൻ സ്കോപ്പുള്ളൊരു ചോദ്യമാണ് കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ടോട്ടൽ 7 ചോദ്യങ്ങൾ പാർട്ട് ബിയിലുള്ളതിൽ 5 പ്രോബ്ലംസ് കിട്ടും. അപ്പോൾ ഇതിൽ ഈ ഷാർപ്പും ട്രെനറും ഒക്കെ അവർ എടുത്തിട്ടു എന്നുള്ളതാണ് 5 എണ്ണത്തിന് വേണ്ടിയിട്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്രോബ്ലംസ് നോക്കിയിരിക്കണം ഒരിടാം. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ദെൻ ഫോമസ് ഡീകമ്പോസിഷൻ ഇൻഡെക്സ് എസ് പ്രോബ്ലം ഇട്ടത് ഇതിൽ നിന്നാ. ബട്ട് പ്രശ്നം എന്താ വെച്ചാൽ ഇതിൽ നിന്നുള്ള പ്രോബ്ലം അങ്ങനെ വലിയൊരു സംഭവമായിട്ടില്ല. അപ്പോൾ അതൊരു ഇൻഡയറക്റ്റ് എന്താ പറയുക, അത് ശരിക്കും പറഞ്ഞാൽ ഡെപ്തിൽ നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ ഗൂഗിളി പേപ്പർ എന്ന് പറഞ്ഞിട്ട് 5 സബ്ജക്റ്റിൽ ഒരെണ്ണം ഉണ്ടാറുണ്ട്, അങ്ങനെ വന്നതാണ്. അപ്പോൾ നമുക്ക് പഠിക്കാൻ ബുക്കിലില്ല, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കാം. ബുക്കിലുള്ള അത് തന്നെ മൊത്തം വരണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ യൂഷ്വലി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഞാൻ പറഞ്ഞ 2 വെയിറ്റേജ് ചോദ്യങ്ങൾ, പിന്നെ ടേമുകൾ, ഇവാലുവേഷൻ, റിവിഷൻ, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, ഇതിൻ്റെയൊക്കെ തിയറി നോക്കുക. പിന്നെ ട്രെനർ 1-2 പറഞ്ഞില്ലേ, അതൊക്കെ നോക്കുക. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വലിയ സ്കോപ്പുള്ള ചോദ്യങ്ങളൊന്നും ഇല്ല, ബട്ട് ഒറ്റ പ്രാവശ്യം ഇതിൽ നിന്ന് ഇട്ടു. അപ്പോൾ നമ്മൾ 4 എണ്ണത്തിൽ എന്തായാലും അങ്ങനെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഇടും. അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചോ. പാർട്ട് എ, ബി, സി 3 പാർട്ടിൽ. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, അതിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ എല്ലാതും നമുക്ക് എളുപ്പമുള്ളത് വരണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് 5 ചാപ്റ്ററിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ എസ് എ ശരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ചാപ്റ്റർ നമ്പർ 4 എസ് എ. 3യിൽ നിന്നും എസ് എക്കുള്ള സ്കോപ്പ് ഉണ്ട്, 2 ഉണ്ട്. ഈ 3 ചാപ്റ്ററുകളിൽ നിന്നാണ് എസ് എ. ദെൻ ഇതിൽ നിന്ന് തിയറി ആയിട്ട് എസ് ഒരെണ്ണിടാം. ലാസ്റ്റ് 4 ചാപ്റ്ററിൽ നിന്നാണ് ഞാൻ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ഭാഗ്യമൊക്കെ ഉണ്ടെങ്കിലാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് അവർ ഒന്ന് മാറ്റി പിടിച്ചിട്ടിടാറ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഒരു എസ് എട്ട് എളുപ്പമായിരിക്കും. ദെൻ 2 വെയിറ്റേജ് പ്രോബ്ലം, 3 വെയിറ്റേജ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് ചാപ്റ്റർ നമ്പർ 2ൽ നിന്നുണ്ട്. 3യിൽ നിന്നിടും, 4ൽ നിന്നിടും, 5ൽ നിന്ന്. ഈ എല്ലാ ചാപ്റ്ററിൽ നിന്നും എന്താണ് 3 വെയിറ്റേജിനുള്ള പ്രോബ്ലംസിനുള്ള സ്കോപ്പ് ഉണ്ട്. ഓക്കെ, 5 പ്രോബ്ലമൊക്കെ ഇട്ടപ്പോൾ അവർ ഇതിൽ നിന്നൊക്കെ എടുത്തിട്ടു, ഈ ട്രെനറും ഷാർപ്പ് അതിൽ നിന്നൊക്കെ. ഓക്കെ, ദെൻ പാർട്ടിയിലത്തെ പ്രതീക്ഷിക്കുന്ന 7 ചോദ്യങ്ങളിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഓരോ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ 2 വെയിറ്റേജ് എന്ന് പറയുന്നുണ്ട്. അത് സെപ്പറേറ്റ് എടുത്ത് പഠിക്കുക. അതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് 4 എണ്ണം കിട്ടിയിരിക്കും കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് സബ്ജക്റ്റിനെ പറ്റി പറയാനുള്ളത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.